ഞാൻ പറയുന്നത് വായനക്കാരങ്ങനെ രോഷാകുലരായാലും നേരത്തെ ശ്രീ സ്വരാജ് പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ചരിത്ര ഒരു 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 റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ദൗത്യമുണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങൾ, കാരണം ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞ മാധ്യമങ്ങളും ഇന്ന് ഞാൻ കണ്ടൊരു എന്നെ വളരെ വേദനിപ്പിച്ചൊരു തലക്കെട്ട് ഇന്ന് മുഹൂർത്തം എന്ന് പറഞ്ഞ എന്തോ നമ്മുടെ പിള്ളേരുടെ കല്യാണത്തിനെ കണ്ടുപോകുന്ന ഒരു മുഹൂർത്തം എന്നൊരു ഹെഡിലെ. അപ്പോൾ ഈ കൊടുത്ത പത്രങ്ങളെല്ലാം ഇവർ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നേ 1920-കളിലും അതിന് മുന്നും സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്ത പത്രങ്ങളാണ്. അവർ സ്വാതന്ത്ര്യ സമരത്തിന് സ്വാതന്ത്ര്യ സമരത്തോട് നിന്നത് കൊണ്ടാണ് 40-ന് ശേഷം അതിനെ ഏറ്റവും കൂടുതൽ എൻ്റെ ഗുഡ്വില്ലിൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് വളരെയധികം ലാഭങ്ങൾ ഉണ്ടാക്കിയ പത്രം. അതൊക്കെ ഇപ്പോൾ പരസ്യത്തിൽ മാത്രം മതി എന്നായിരിക്കും. അല്ല, അങ്ങനെ പരസ്യത്തിനൊന്നും അങ്ങനെ ലാഭമൊന്നും കിട്ടുന്നില്ല. അങ്ങനെയല്ല, ഇത്തരം മികവുകളുടെ വാചകങ്ങളെ പരസ്യവാചകങ്ങളാക്കി. അപ്പോൾ ഞാൻ പറയുന്നത് അല്ലേ, ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ വായനക്കാർ കിട്ടില്ല, ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കിട്ടും. പക്ഷേ അങ്ങനെയല്ല. ഇത്രയും 75 വർഷത്തിൽ നിന്ന് കൊയ്ത ലാഭത്തിൽ രാജ്യം ഒരു ക്രൈസിസിലാവുമ്പോൾ ലാഭം കിട്ടിയില്ലെങ്കിലും വായനക്കാരെ നഷ്ടപ്പെട്ടാലും പറയേണ്ടത് ഇതിൽ പറയണം എന്നൊരു മാധ്യമധർമ്മമുണ്ട്. അതൊരു ചരിത്ര ദൗത്യമാണ്. കാര്യം ദേ ഹാവ് ടു റിട്ടേൺ. അവരതിൽ നിന്ന് ഒരുപാട് ഗെയിൻ, 75 വർഷം അവർ ലാഭം കൊയ്തതാണ്. അപ്പോൾ ഇത് ഒരു 10 വർഷം കുറച്ച് നഷ്ടം സാധിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ചെയ്യാൻ പോലുള്ള ഒരു തയ്യാറെടുപ്പും ഇല്ല എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഏറ്റവും ആ ഒരു അപജയം തന്നെയാണ്